നിമിഷപ്രിയയ്ക്ക് മാപ്പില്ലെന്ന് യമൻ പൗരൻ്റെ സഹോദരൻ, അതായത് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ പറയുന്നു. അത് അവർക്ക് മാപ്പ് നൽകാൻ തയ്യാറല്ല എന്നുള്ളതാണ്. യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്ക് മാപ്പില്ലെന്ന് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ. വധശിക്ഷ നടപ്പാക്കണമെന്നും രക്തബന്ധത്തെ പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ലെന്നും സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി BBC അറബിക് ന്യൂസിനോട് പറഞ്ഞെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മളുടെ വലിയ ആശ്വാസ വാർത്തയ്ക്ക് അതിനൊപ്പം തന്നെ മാതൃഭൂമി പറഞ്ഞു പോകുന്നുണ്ട്. വധശിക്ഷയിൽ കുറഞ്ഞൊന്നും തങ്ങൾ അംഗീകരിക്കില്ലെന്ന് സഹോദരൻ പറഞ്ഞു. ബുധനാഴ്ച സാമൂഹ്യ മാധ്യമത്തിലൂടെയും ഇക്കാര്യം ആവർത്തിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശ്രമത്തിൻ്റെ ഭാഗമായി യമനിലെ സൂഫി പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ തലാലിൻ്റെ ബന്ധുക്കളുമായി ചർച്ചയ്ക്കുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് പ്രതികരണം. അപ്പോഴും ചർച്ച തുടരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസം പകരുന്ന കാര്യമായിട്ട് വേണം കാണാൻ. മനോരമ നേരെ അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നാണ് ആ വാർത്ത നൽകുന്നത്. തിരിച്ചടിയായി വിദ്വേഷ പ്രചരണം. അത് ഈ വാർത്ത വരുമ്പോൾ തന്നെ ഒരുപക്ഷെ വലിയ ആശ്വാസകരമാകുന്ന വാർത്ത. ആ കുടുംബം അതിനൊത്തു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനിടയിൽ ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ രൂപത്തിൽ ഇതിനെതിരെയൊക്കെ ആ കുടുംബത്തെ പ്രകോപിപ്പിക്കാൻ ഇടപെടൽ നടത്തിയെന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. നമ്മൾ വാർത്ത നൽകിയിരുന്നില്ല, പക്ഷേ ആ ഇടപെടൽ അങ്ങനെ ചില ആളുകൾ ചില മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഇടപെട്ടപ്പോൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ഇടപെട്ടപ്പോൾ ആ കുടുംബം അത് ആ രൂപത്തിൽ എടുത്തു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ദയാദനം സ്വീകരിക്കില്ലെന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി വ്യക്തമാക്കി. അതോടെ മധ്യസ്ഥ ചർച്ചകൾ പ്രതിസന്ധിയിലായി എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്.